സുരേഷ് ഏട്ടൻ പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. എന്റെ പൊന്നു ദൈവമേ, തലയിൽ മുഴുവൻ ചാണവും മനസ്സ് നിറയെ വിഷവും. അതാണ് ഇവര് പറയുന്ന നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ടിനി ചേട്ടൻ ഒരു ദിവസം എന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് ടിനി ചേട്ടനോട് ഈ വൈരാഗ്യം വരാൻ കാരണം. ലക്ഷ്മി, അവിടെ ഈ കന്യാകുമാരി പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം അൻസിബയ്ക്ക് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് എന്റെ അങ്ങനെ ഒരു സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും രസകരമായ സംഗതി എന്ന് വെച്ചാൽ, അന്ന് ഇവര് 3 ദിവസം ഒറ്റയ്ക്ക് റൂമിൽ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞപ്പം എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചില്ലറ എല്ലാം കൂടെ പെറുക്കി 3000 രൂപയോളം ഞാൻ ആ കൊച്ചിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. അൻസിബയെ നാറ്റിക്കുക, അതിനുവേണ്ടി എന്ത് ചീപ്പ് പരിപാടി ഇവര് ചെയ്യും. അതാണല്ലോ ഇവരുടെ ഉദ്ദേശം. ഇവര് പറയുന്ന ഒരു പ്രധാന പോയിന്റ് ഉണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടെ. അമ്മ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര ഇമോഷനാണ്, ഒരു വല്ലാത്തൊരു ഇമോഷനാണ്. നമുക്കറിയാലോ. അപ്പം ഈ അമ്മ അസോസിയേഷനെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഒരു സന്തോഷം എന്ന് വെച്ചാൽ, ഒരുപാട് അമ്മമാരുടെ സ്നേഹം അതിൽ നിന്ന് അനുഭവിക്കാൻ പറ്റി എന്നുള്ളതാണ്. അവരെല്ലാം ഇന്ന് വെറുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. സ്വാഭാവികം. അതെ, അത് കറക്റ്റ് ആണ്. അമ്മയിലെ അമ്മമാര് മാത്രമല്ല, കേരളം മുഴുവൻ, അതായത് ചാണകം തലയിലില്ലാത്ത എല്ലാവരും ഇപ്പം ഇവരെ വെറുക്കുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി ഇവരെ കുറിച്ച് പറയുന്ന നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസ്യയാകുന്നത്? ഇനി ഇവര് പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. ചിലപ്പോ ഇനി എനിക്ക് സിനിമകളൊന്നും ഇല്ലായിരിക്കും. അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ തെരുവ് നാടകം കളിക്കണമെങ്കിൽ തെരുവ് നാടകം കളിക്കും. നമ്മുടേതായിട്ടുള്ള ഉയരാൻ ഇപ്പൊ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാലിബർ ഉണ്ട്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഒരുപാട് പൈസ ആയില്ലേ പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങി, പക്ഷെ ഞങ്ങൾ ആരും കാണില്ല. 1, 2, 3 യൂട്യൂബിലിട്ട് എന്തായാലും 3 വ്യൂ ഉറപ്പാണ്. ഞാനൊന്നും കാണത്തില്ല. 1, 2, 3 നീ തന്നെ ഒന്നുകൂടി കണ്ടാ മതി. ഞാൻ കാണില്ല. വലിയ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങി, പൈസ ഒരുപാടല്ലേ ഇപ്പൊ. അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വരെ വിളിയുണ്ടല്ലോ, പിന്നെ കാണാതിരിക്കുവോ? കേട്ടല്ലോ, എന്തായാലും കൊള്ളാം. ഇവരുടെ ഈ മുഴുവൻ ഡയലോഗൊക്കെ കേട്ടപ്പോ എനിക്കിതാട്ടെ ഈ സീനാവുമ്പോ ഉളുപ്പുണ്ടോ? ലജ്ജ ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ.